ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും തീക്ഷ്ണമായ ആത്മകഥ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മൊറോക്കയിലെ ഒരു പെൺകുട്ടി മല്ലിക ഒഫ്കീർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എഴുതിയിട്ടുള്ള ലാ പ്രിസണർ എന്ന് പറയുന്ന ആത്മകഥയാണ്. മല്ലിക ഒഫ്കീർ അവളുടെ 18ാമത്തെ വയസ്സുവരെ ജീവിച്ചത് മൊറോക്കൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരിമാരോടൊപ്പമാണ്. അവിടുത്തെ പട്ടാള മേധാവിയുടെ മകളായിരുന്നു മല്ലിക ഒഫ്കീർ. എന്നാൽ അവളുടെ 18ാമത്തെ വയസ്സിൽ അവളുടെ അച്ഛനും വേറെ ചില സുഹൃത്തുക്കളും ചേർന്ന് രാജാവിനെ കൊല്ലാനൊരു ശ്രമം നടത്തിയെന്ന ആരോപണത്തിൽ രാജാവിൻ്റെ കിങ്കരന്മാർ ഇവളുടെ അച്ഛനെ വെടിവെച്ച് കൊല്ലുന്നു. തൊട്ടടുത്ത ദിവസം മുതൽ മല്ലിക ഒഫ്കീറും അവളുടെ അമ്മയും 2 സഹോദരന്മാരും വേലക്കാരികളും ഉൾപ്പെടുന്ന സംഘം മരുഭൂമിയിലെ ഒരു ജയിലറയിലേക്ക് മാറ്റപ്പെടുന്നു. പിന്നീട് നീണ്ട 15 വർഷക്കാലം ഏകാന്തമായ ആ തടവറയ്ക്കുള്ളിലാണ് അവളും അവളുടെ കുടുംബവും ജീവിച്ചത്. അവർക്ക് പരസ്പരം കാണാൻ കഴിയില്ലായിരുന്നു. വേറെ വേറെ വ്യത്യസ്തമായ തടവറകളിൽ, മുറികളിലായിരുന്നു അവളെ പാർപ്പിച്ചിരുന്നത്. ആത്മകഥയിൽ അവൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നത് നീണ്ട 15 വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങൾ പരസ്പരം കഥകൾ പറഞ്ഞുകൊണ്ടാണ് എന്നാണ്. അവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഒരു കഥയുണ്ടാക്കി അത്യുച്ചത്തിൽ വിളിച്ചു പറയും. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന അമ്മയ്ക്ക് അത് കേൾക്കാൻ കഴിയും. അമ്മ ആ കഥ അവിടെ നിന്ന് കേട്ടിട്ട് അതിൻ്റെ തുടർച്ച പറയും. സഹോദരൻ അതിൻ്റെ ബാക്കി പറയും. ദിവസം മുഴുവൻ ഞങ്ങളിങ്ങനെ കഥകൾ പറഞ്ഞ് നീണ്ട 15 വർഷങ്ങൾ ഞങ്ങളുടെ ജീവനെ പിടിച്ചു നിർത്തി എന്ന്. ഒരു കഥയും നിങ്ങൾ വായിക്കുന്നത് വെറുതെയല്ല, അത് നിങ്ങളുടെ ജീവനെ പിടിച്ചു നിർത്താനുള്ള ഒരു വലിയ മിന്നൽ വെളിച്ചം പോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ആത്മവിശ്വാസത്തിൻ്റെ കരുത്താണ് പകർന്നു നൽകുന്നത്. ഇവിടെ ആടുജീവിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. വെളുപ്പാങ്കാല സമയത്താണ്. ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആളായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം വാങ്ങിക്കൊണ്ടുവന്ന് വീടടച്ച് മുറിയടച്ച് വിഷം മേശപ്പുറത്ത് വെക്കുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ആടുജീവിതം ആ മേശപ്പുറത്ത് കിടക്കുന്നത് കണ്ടത്. മരിക്കാൻ രാവിലെ വരെ സമയമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആടുജീവിതം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഒരു രാത്രി കൊണ്ട് അത് വായിച്ചു തീർന്നപ്പോൾ ഞാൻ ഇനി എന്തായാലും മരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു അനുഭവത്തിൽ ഞാൻ സാറിനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. സാഹിത്യം സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, സാഹിത്യം വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുവെങ്കിൽ സാഹിത്യം ഇത്തരത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ